നമസ്കാരം. പാമരൻ്റെ ഗീത എന്ന ഈ ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിൻ്റെ 19ാമത് ദിവസത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ 14ാമത്തെ ശ്ലോകമാണ്. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോകാം. തത ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. ഈ 14ാമത്തെ ഈ ശ്ലോകത്തിലാണ് നമ്മളെല്ലാം ഇതേവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും ഗ്രാൻഡ് എൻട്രി, ഇന്നത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ മാസ് എൻട്രി ഉണ്ടാകുന്നത്. രണ്ടുപേരും ഇപ്പോൾ വെള്ളക്കുതിരകളെ പൂട്ടിയ 4 വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ രഥത്തിലാണ് ഇപ്പോൾ യുദ്ധഭൂമിയിൽ ഉള്ളത്. അതാണ് തത ശ്വേതൈർഹയൈർയുക്തേ എന്ന് പറഞ്ഞാൽ, ശ്വേതൈർഹ എന്ന് പറയുമ്പോൾ വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ, മഹതി സ്യന്ദനേ സ്ഥിതൗ എന്ന് പറഞ്ഞാൽ മഹത്തായ ആ രഥത്തിൽ സ്ഥിതൗ ഇരിക്കുകയാണ് അവർ. ആരൊക്കെ? മാധവനും പാണ്ഡവനും. മാധവ പാണ്ഡവാശ്ചൈവ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ദിവ്യൗ ശംഖൗ പ്രദദ്മധു. ദിവ്യമായ ശംഖുകൾ മുഴക്കി. ഒന്നുകൂടി പറയാം. രണ്ടുപേരും ഇപ്പോൾ വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ രഥത്തിലാണ് യുദ്ധഭൂമിയിൽ ഉള്ളത്. അതിലിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണനും അർജുനനും കൗരവസേന പുറപ്പെടുവിച്ച ആ ശബ്ദകോലാഹലമുണ്ടല്ലോ, കഴിഞ്ഞ ശ്ലോകം 13 നമ്മൾ പറഞ്ഞ, അതിന് മറുപടിയായി വളരെ യുക്തവും വളരെ ശക്തവുമായ മറുപടി നൽകിക്കൊണ്ട്, വളരെ തക്കതായ മറുപടി നൽകിക്കൊണ്ട് അവരുടെ ദിവ്യൗ ശംഖൗ, ദിവ്യമായ ശംഖുകൾ വിളിച്ചുകൊണ്ട് മറുപടി നൽകി. അപ്പോൾ ഏതൊക്കെ പേരുകളുള്ള ശംഖുകളാണ് ശ്രീകൃഷ്ണനും അർജുനനും മുഴക്കിയത്? അത് നമ്മൾ അറിയുന്നത് 15ാമത്തെ ശ്ലോകത്തിലാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ശ്രീകൃഷ്ണനെ മാധവനെന്നും അർജുനനെ പാണ്ഡവനെന്നും വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണൻ മധു രാജവംശത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമല്ല മാധവൻ എന്നറിയപ്പെടുന്നത്. അതൊരു കാരണമാണ്. മാധവൻ എന്ന വാക്കിന് അറിവിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അധിപതി എന്നും അല്ലെങ്കിൽ അധീപനെന്നും അല്ലെങ്കിൽ അറിവിലൂടെ അറിയപ്പെടുന്നവനെന്നും അർത്ഥമുണ്ട്. ഭഗവത്ഗീതയിലൂടെ നാം അറിയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനിലൂടെ മനുഷ്യരാശിക്ക് പകർന്നു നൽകിയ അമൂല്യമായ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് അറിവിൻ്റെ അധിപതി എന്നർത്ഥമുള്ള മാധവൻ എന്ന പേര് ശ്രീകൃഷ്ണൻ നിരവധി നാമധേയങ്ങളുണ്ടെങ്കിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം, അത് ഭഗവത്ഗീതയിൽ ആദ്യമായിട്ട് ശ്രീകൃഷ്ണനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ മാധവൻ എന്ന് അദ്ദേഹത്തിന് അനേകം നാമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് പരിചയപ്പെടുത്തുന്നത് തികച്ചും സമുചിതമാണ്. മാത്രമല്ല മാധവൻ ലക്ഷ്മീപതി കൂടിയാണ്. രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത്. അത് അധികാരം, സമ്പത്ത് തുടങ്ങി ലക്ഷ്മി ദേവി പ്രതിനിധീകരിക്കുന്ന ഐശ്വര്യങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള യുദ്ധമാണ്. അപ്പോൾ പാണ്ഡവർക്ക് ഈ ഐശ്വര്യമെല്ലാം ലക്ഷ്മിയെ കരസ്ഥമാക്കാൻ, വാങ്ങിക്കൊടുക്കാൻ കെൽപ്പുള്ള ആൾ തന്നെയാണ് ലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് അർത്ഥം വരുന്ന മാധവൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ വിളംബരം ചെയ്യാൻ കൂടിയാകാം മാധവൻ എന്നിവിടെ ശംഖനാദം മുഴക്കുന്ന ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കാൻ ഉള്ള ഒരു കാരണം. അതേപോലെ പാണ്ഡവർ നമുക്കറിയാം 5 പേരാണ്, മറ്റ് 4 പേർ കൂടി ഉണ്ടെങ്കിലും പാണ്ഡവൻ എന്നുള്ള പേരിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അർജുനനെ മാത്രമാണ്. ഈ ശ്ലോകത്തിൽ എന്താണ് പറയുക? മാധവ പാണ്ഡവാശ്ചൈവ. അപ്പോൾ ഏത് പാണ്ഡവൻ എന്ന് നമുക്ക് സംശയം തോന്നേണ്ട കാര്യമേ ഇല്ല. അത് അർജുനൻ തന്നെയാണ്. കാര്യം അർജുനന് മാത്രമാണ് ഭഗവത്ഗീതയിൽ മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പം വളരെ മനോഹരമായൊരു വർണ്ണനയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് നടത്തുന്ന വർണ്ണന. ആ റണ്ണിങ് കമൻട്രി ആണല്ലോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം വളരെ മനോഹരമായൊരു ചിത്രമാണ് അവിടെ സഞ്ജയൻ വരച്ച് കാട്ടുന്നത്. വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ രഥം, അതിനുള്ളിൽ വിരാജിക്കുന്ന മാധവനും പാണ്ഡവനും
അവരുടെ കയ്യിലുള്ള അവർ വിളിക്കുന്ന അല്ലെങ്കിൽ അവർ ഊതി ലോകത്തെ അറിയിക്കുന്ന ദിവ്യമായ ശംഖുകൾ എന്നിങ്ങനെ വളരെ മനോഹരമായ വർണ്ണനയാണ് സഞ്ജയൻ നടത്തുന്നത്. അപ്പം സഞ്ജയൻ്റെ എപ്പോഴത്തെ അഭിപ്രായം യുദ്ധം ഒഴിവാക്കണമെന്ന് തന്നെയാണ്. അദ്ദേഹം എക്കാലത്തും ദുര്യോധനൻ്റെ യുദ്ധക്കൊതിക്ക് എതിരായിരുന്നു എന്നുള്ളതും പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം കൗരവപക്ഷത്തെ യുദ്ധസന്നാഹം വിവരിച്ച രീതി അതൊരു അച്ചടക്കരഹിതമായ അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു കോലാഹലം എന്നുള്ള പ്രതീതിയാണ് നമ്മെപ്പോലെയുള്ള വായനക്കാരിൽ ഉളവാക്കിയതെങ്കിൽ പാണ്ഡവപക്ഷത്തു നിന്നുള്ള ആദ്യത്തെ ശംഖനാദം തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളൊരു പ്രതീതിയാണ് സഞ്ജയൻ്റെ വിവരണം ജനിപ്പിക്കുന്നത്. അപ്പോൾ സഞ്ജയൻ്റെ മനസ്സ് പാണ്ഡവരോടൊപ്പമാണെന്നാണ് മഹാഭാരത പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. അപ്പോൾ അവസാന നിമിഷത്തിലെങ്കിലും ഈ ധൃതരാഷ്ട്രർക്ക് മനസ്സ് മാറി അദ്ദേഹം ശക്തമായി ഇടപെട്ട് യുദ്ധം ഒഴിവാക്കുമോ എന്നുള്ളൊരു വിദൂരമായ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ആ സാധ്യത കൂടി സഞ്ജയൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. ധൃതരാഷ്ട്രരോട് വർണ്ണിക്കുമ്പോൾ കൗരവപക്ഷത്തെപ്പറ്റി അത്ര വലിയ മഹത്തായ രീതിയിലല്ല, അതൊരു വലിയ ശബ്ദ കോലാഹലം അവരെല്ലാവരും കൂടി കയ്യിൽ കിട്ടിയ കുറേ വാദ്യോപകരണങ്ങൾ വെച്ച് സൃഷ്ടിച്ചു എന്ന് പറയുകയും അതേസമയം പാണ്ഡവപക്ഷത്തു നിന്നുള്ള ആദ്യത്തെ ശംഖനാദം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും തുടർന്ന് അർജുനനുമായിരുന്നു. അത് അവരുടെ ആ ഒരു സീൻ, ആ ഒരു രംഗം അദ്ദേഹത്തിൻ്റെ കമൻ്ററിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് തന്നെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ വളരെ മഹത്തരം എന്ന് അത് പാരായണം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അറിയുന്നവർക്കും തോന്നത്തക്ക രീതിയിലുള്ളൊരു വിവരണമാണ് സഞ്ജയൻ നൽകുന്നത്. നമ്മൾ ചില വാക്കുകളുടെ അർത്ഥം നമുക്ക് നോക്കാം. തഥ എന്ന് പറയുന്നത് അനന്തരം, തുടർന്ന്, അടുത്തതായി, പിന്നെ എന്നൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകവും ആരംഭിച്ചത് തഥ എന്നുള്ള വാക്കിലായിരുന്നു. 13ഉം 14ഉം ശ്ലോകങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അത് തുടർച്ചയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തഥ, ഇനി, അടുത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ശ്വേതൈഹ എന്ന് പറഞ്ഞാൽ വെളുത്തത്, നമ്മൾ പറയുന്നത് വെള്ളക്കുതിരകളെ. ശ്വേതൈഹ ഹയൈ എന്ന് പറഞ്ഞാൽ കുതിരകളെ, അപ്പോൾ വെളുത്ത കുതിരകളെ. യുക്തേ, യുക്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂട്ടിയ, അപ്പോൾ വെളുത്ത കുതിരകളെ പൂട്ടിയ. ശ്വേതൈർ ഹയൈർ യുക്തേ എന്നുള്ള ആദ്യത്തെ സെൻറ്റൻസ്, ആദ്യത്തെ വരി ശ്ലോകത്തിൻ്റെ അതിൻ്റെ അർത്ഥം വെളുത്ത കുതിരകളെ പൂട്ടിയ. മഹതി സ്യന്തനെ സ്ഥിതൗ, മഹതി എന്ന് പറഞ്ഞാൽ മഹത്തായ, സ്യന്തനെ എന്ന് പറഞ്ഞാൽ രഥത്തിൽ, സ്ഥിതൗ സ്ഥിതേ എന്ന് പറഞ്ഞാൽ ഇരുന്ന്, അവിടെ ഇരുന്ന്, ആ മഹത്തായ രഥത്തിലിരുന്ന്. മാധവ പാണ്ഡവായ ശൈവ, മാധവനും പാണ്ഡവനും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവരെന്ത് ചെയ്തു? ദിവ്യൗ ശംഖൗ പ്രദത് മധു, ദിവ്യൗ എന്ന് പറഞ്ഞാൽ ദിവ്യമായ, ശംഖൗ എന്ന് പറഞ്ഞാൽ ശംഖുകൾ, പ്രദത് മധു എന്ന് പറഞ്ഞാൽ മുഴക്കി. അപ്പോൾ ഈ ദത്മൗ എന്നുള്ള പ്രയോഗം 12ാമത്തെ ശ്ലോകത്തിലുണ്ടായിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞാണ് അതിൻ്റെ അർത്ഥവും മുഴക്കി എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. അപ്പോൾ ദത്മൗ മുഴക്കി, ഈ വാക്ക് 2-3 സ്ഥലത്ത് ഇനിയും വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രദത് മധു, പ്രദത് മധു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുഴക്കി, ശംഖ് മുഴക്കി. അപ്പോൾ ഈ അർത്ഥമെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമുക്ക് ആ ശ്ലോകം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ കയ്യിലുള്ള ഭഗവത്ഗീതയൊക്കെ എടുത്ത് കയ്യിൽ വെക്കുക. അതിനകത്ത് അർജുന വിഷാദ യോഗാധ്യായം 1-ലെ 14ാമത്തെ ശ്ലോകം തഥ എന്ന് തുടങ്ങുന്ന ശ്ലോകം എടുത്തു വെക്കുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരിക്കൽ കൂടി അത് പാരായണം ചെയ്യാം. തഥ ശ്വേതൈർ ഹയൈർ യുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത് മധു. നന്ദി, നമസ്കാരം.